അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബോട് കൂടി കടന്നു വരുന്നത് പരിശുദ്ധമായ ബദ്രീങ്ങളുടെ രാത്രി, ബദർ ദിനത്തിൻ്റെ രാത്രിയിലേക്കാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഇന്ന് പ്രവേശിക്കുന്നത്. വലിയ സന്തോഷമാണ്. ഇങ്ങനെ ഒരു രാത്രി ഇല്ലായിരുന്നുവെങ്കിൽ മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുന്നു, നബി അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ ഈ ബദർ ജയിച്ചില്ല എങ്കിൽ ഈ ഭൂലോകത്ത് നിനക്ക് സുജൂദ് ചെയ്യുന്ന ഒരാളും ഉണ്ടാവുകയില്ല, അതുകൊണ്ട് നീ വിജയിപ്പിക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, അതോടൊപ്പം ഈ ബദർ നമുക്ക് നൽകുന്ന ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. നാം ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉപകരിക്കുന്ന ഒരുപാട് നിഅമത്ത്. ബദർ വിജയിക്കാനുള്ള കാരണം എന്താണ്? ബദറിൽ ചുരുങ്ങിയ ആളുകളാണ് സ്വഹാബത്ത്, ചെരുപ്പില്ലാത്തവർ, പട്ടിണിപ്പാവങ്ങളാണ്. ശത്രുപക്ഷത്തിരിക്കുന്നത് വലിയ ധീരന്മാർ, യോദ്ധാക്കളാണ് ആ മുസ്ലിം സൈന്യത്തിൻ്റെ വിരുദ്ധം, അല്ലേ? ഇത് നമ്മെ പഠിപ്പിക്കുന്ന വളരെ മനോഹരം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർ നിങ്ങളെ കൂട്ടത്തിൽ എങ്ങനെയാണ്? അവർ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. അതേപോലെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മലായിക്കങ്ങളുടെ സ്ഥാനവും അങ്ങനെയാണ് എന്നാണ് ജിബ്രീൽ പറഞ്ഞത്. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ബദരീങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ബദരീങ്ങളാണ്. ബദരീങ്ങളുടെ നേതാവ് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മനസ്സിലാക്കണം. നോക്ക്, ശത്രുപക്ഷത്തു നിന്ന് വരുന്ന നാം പ്രധാനപ്പെട്ട ഇന്ന് മഗ്‌രിബ് ആയ ഉടനെ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നോക്കുക. അബു സുഫിയാനും സംഘവും ഈ ബദ്ർ എന്ന് പറയുന്ന ഒരു സ്ഥലം, അതായത് യാത്രക്കാർ വിശ്രമിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അബു സുഫിയാനും സംഘവും സിറിയയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന വഴി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുടുംബമെല്ലാം അവിടെ നിന്ന് വരുന്ന സമയത്ത് അവർക്കുള്ള സമ്പത്തെല്ലാം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ കച്ചവട ലാഭവുമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവരുടെ സമ്പത്തിൻ്റെ അവകാശം പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് സ്വഹാബത്തുൽ കിറാം ബദറിൻ്റെ രണാങ്കളത്തിലേക്ക് ബദറിലേക്ക് പോകുന്നത്. യുദ്ധത്തിനൊന്നുമല്ല. ബദർ എന്ന് പറയുന്നത് മദീനയുടെ 150 കിലോമീറ്റർ അകലുള്ളൊരു സ്ഥലമാണ്. മക്കയിൽ നിന്ന് ഒരു 300 കിലോമീറ്റർ അകലുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ബദറിലൂടെയാണ് നേരെ മക്കയിലേക്ക് പോകുന്നത്. അബു സുഫിയാൻ സംഘത്തെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതരയക്കുന്നുണ്ട്. അവിടെ കുളത്ത് 2 പെണ്ണുങ്ങൾ ഇങ്ങനെ തർക്കിക്കുകയാണ്. കാരണം അവർക്ക് എന്തോ ഒരു കടം കൊടുക്കേണ്ട ഒരു വിഷയത്തിൽ ഇങ്ങനെ തർക്കിക്കുക. നാളെ ഈ സംഘം ഇവിടെ എത്തിയാൽ നിന്റെ കടം ഞാൻ വീട്ടാ എന്ന വിഷയം ഇങ്ങനെ തർക്കിക്കുമ്പോൾ ദൂതൻ മനസ്സിലായി, ഏതായാലും അബു സുഫിയാനും സംഘവും ഇവിടെ വരുന്നുണ്ട് എന്നുള്ള വിവരം. നേരെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിവരം അറിയിക്കാൻ വേണ്ടി പോയി. അതിൻ്റെ ഇടയ്ക്കാണ് അബൂ സുഫിയാൻ്റെ സംഘം അവിടെ വരുന്നത്. വന്നിട്ട് അവിടുത്തെ സ്ഥലങ്ങൾ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കുന്നത്. അവിടെ ഈ 2 സ്ത്രീകൾ സംസാരിക്കുന്ന ആ സ്ത്രീകളോട് ചോദിക്കുന്നു, അപരിചിതരായ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ ആ സ്ത്രീകളോട് ഇപ്പോൾ ഒരാൾ വന്നിട്ട് പോയതാണെന്ന്. അവർ കെട്ടിയിട്ട ആ ഒട്ടകം, അതിൻ്റെ കാഷ്ടമെടുത്ത് അബു സുഫിയാൻ അവർ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഈത്തപ്പഴം കുറി അവർക്ക് മനസ്സിലായി, ഇത് മദീനക്കാരുടേതാണ്, ഇവിടെ പരിശോധന നടന്നിട്ടുണ്ട്, ഈ സ്ഥലം, ഈ വഴി സുരക്ഷിതമല്ല എന്ന് പറഞ്ഞ് അവർ വേറെ റൂട്ട് തീർക്കുന്നു. ഈ വിവരം നേരെ ഖുറൈശികൾ മക്കയിലേക്ക് വിവരം അറിയിക്കുന്നു. കാരണം നമ്മുടെ യാത്രാ സംഘത്തെ അപകടത്തിൽപ്പെടുത്താൻ വേണ്ടി മദീനയിൽ നിന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഘം ഇറങ്ങിയിരിക്കുന്ന വിവരം ഇതിനെ പോയി വളരെ ആവേശകരമായിട്ടാണ് അവിടെ പോയി മക്കയിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ സമ്പത്ത് മോഷ്ടിക്കാൻ വേണ്ടി, നമ്മുടെ സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി മുഹമ്മദും സംഘം ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നു എന്ന്. അപ്പോഴാണ് അവരവിടുന്ന് യുദ്ധത്തിനായി ഇറങ്ങുന്നത്. ഓരോ വീട്ടിൽ നിന്ന് ഒരാൾ എന്ന വിധത്തിൽ അബൂലഹബ് ഓരോരുത്തരും ഓരോരോ പകരക്കാർ. അബൂലഹബിന് പകരക്കാരന് കടം കൊടുക്കേണ്ട ഒരാളെ പകരക്കാരനാക്കുന്നു. അങ്ങനെ ഉത്തുബ, അബുജഹൽ, അങ്ങനെ ഒന്നിച്ചവർ ഇങ്ങനെ പുറപ്പെടുന്ന അരംഗം. ഇത് എന്തിന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്കുള്ളൊരു പാഠം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ വിവരങ്ങൾ, ഈ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി, പരിശോധനത്തിന് വേണ്ടി റസൂൽ പോകുമ്പോൾ ഇവർ വൃദ്ധനോട് സംസാരിക്കുമ്പോൾ പറയുന്നവർ വലിയ സംഘവുമായി വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബത്തിനോട് ഈ വിവരങ്ങളൊക്കെ ചോദിക്കുന്നു, എന്താണ് നമ്മുടെ തീരുമാനങ്ങൾ. അപ്പോൾ സ്വഹാബത്ത് പറയുന്നൊരു മറുപടിയുണ്ട്. അതാണ് ഈ ബദറിലെ ഏറ്റവും വലിയ പാഠം. സ്വഹാബത്ത് പറയുന്നു, നബിയെ, അങ്ങ് കടലിറങ്ങാൻ വേണ്ടി പറയുകയാണെങ്കിൽ അങ്ങയോടെ കൂടെ കടലിറങ്ങാനും നാം തയ്യാറാണ് എന്ന്. കാരണം അനുസരണയുടെ ഒരു പാഠം, അതേപോലെ തവക്കുലിൻ്റെ ഒരു പാഠം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ ചുരുങ്ങിയ സ്വഹാബത്തുൽ കിറാമും ഈ പാവപ്പെട്ട പട്ടിണികളായ സ്വഹാബികളും അതാ രണാങ്കളത്തിലെത്തുന്നു.
യുദ്ധം തുടങ്ങുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറയട്ടെ, മലക്കുകളുടെ സഹായം ഇറങ്ങുന്നു. മലക്കുകളുടെ സഹായമാണ് അത്ഭുതം. ഇത് ദീൻ അള്ളാഹുവിൻ്റെതല്ലേ? അള്ളാഹുവിൻ്റെ ദീനെ രക്ഷപ്പെടുത്താൻ അള്ളാഹുക്ക് ഇങ്ങനൊന്ന് വേണോ? ഇങ്ങനൊരു യുദ്ധം ചെയ്യുക, അതിൽ ഷഹീദാവുക, എന്നിട്ട് വിജയം കണ്ടെത്തുക, പിന്നെ മലക്കിനിറക്കുക, ഇങ്ങനൊന്നും വേണ്ടല്ലോ. ആ മലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ കണ്ടവരാണ്. ചെറിയ അബാബിൽ പക്ഷികളെ കൊണ്ട് ആ അബ്രഹത്ത് സൈന്യത്തിനെ തകർത്ത ആള്. അബ്രഹാം അല്ലേ, നേരെ മാനപട്ടാളവുമായി വലിയ ശക്തിയോടുകൂടിയാണ് വന്നത്. ഇതിന് വലിയൊരു പാഠമുണ്ട്. അഹങ്കാരത്തോടു കൂടിയാണ് അബൂജഹലക്ക് പുറപ്പെടുന്നത്. ഇന്ന് മുഹമ്മദിന് അവരെ സംഘത്തെ ഇല്ലാതെയാക്കണമെന്നുള്ള ഒരു ശബ്ദവുമായി കഅബയിൽ ഹക്ക് ജയിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അബൂജഹലും കൂട്ടർ വരുന്നത്. അബൂജഹലിലേക്ക് കൊല്ലുന്ന രംഗം നോക്കണം. നിസ്സാരമായിട്ടാണ് കൊല്ലപ്പെടുന്നത്. 2 ചെറിയ മക്കളാണ്, മുആദും മുഅവ്വിദും. ചെറിയ മക്കൾ ചോദിക്കുന്നതിന് എവിടെയാണ് അബൂജഹൽ, ആരാണ് അബൂജഹൽ? അവർ കണ്ടിട്ടില്ല, അവർ അൻസാരികളാണ്, അവർക്ക് അബൂജഹലിനെ കുറിച്ചൊന്നും അറിയില്ല. കാണിച്ചു കൊടുത്ത ഉടനെ നേരെ പോയി അവരെ അബൂജഹലിൻ്റെ കാലിൽ കൊത്തുന്നു. അങ്ങനെ അബൂജഹൽ വീണ സമയത്ത് നേരെ ഹബീബിൻ്റെ അരികിൽ പോയി പറഞ്ഞു, ഇപ്പോൾ പിഞ്ചു മക്കള് ഞങ്ങൾ അബൂജഹലിനെ കൊന്നിരിക്കുന്നു എന്ന്. പിന്നെ അബൂ മസ്ഊദ്, അതും ഒരു മെലിഞ്ഞൊരു മനുഷ്യനാണ്, വീണ്ടും പോകുന്നത് സ്വഹാബത്തുൽ കിറാം. എന്നിട്ട് അബൂജഹൽ, അപ്പം തന്നെ അബൂജഹൽ മരണ അവസ്ഥയിലാണ്. ആ ഒരു രണാങ്കവും ഒരു കാവ്യരൂപത്തിലാണ് ഈ യുദ്ധം നടക്കുന്നത്. ഉമയ്യത്തിനെ നോക്കണം, ബിലാൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരുന്ന, ഉമയ്യത്തിനെ തടവരായിട്ട് പിടിച്ചുകൊണ്ടുവരുമ്പോൾ ബിലാലിന് ഒരുപാട് ക്രൂരത ചെയ്ത ആ ബിലാൽ റളിയല്ലാഹുവിനോട് പ്രതികാരം തീർക്കുന്ന ഒരു ശൈലി, ഇതൊക്കെ ഒരു അത്ഭുതകരമാണ് ആ യുദ്ധം നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ യുദ്ധം വിജയിക്കുന്നുണ്ട്. ഇതിന് നമുക്ക് നൽകുന്നൊരു പാഠം, നാം അല്ലാഹുവിൽ തവക്കുൽ ചെയ്തിറങ്ങിയാൽ തീർച്ചയായും ആ ബദറിൻ്റെ രണാങ്കളത്തിൽ കേൾക്കുന്ന ശബ്ദങ്ങളുണ്ടല്ലോ, ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെയുള്ള ആ തവക്കുലിൻ്റെ മുദ്രാവാക്യങ്ങളാണ് അബദിൻ്റെ രണാങ്കളത്ത് നിന്ന് കേൾക്കുന്നത്. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നുണ്ട്, ഈ ചെറു സൈന്യത്തെ വിജയിപ്പിക്കണേ അല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയെ അങ്ങേക്ക് അല്ലാഹു മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൽ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. ഒന്നാമത്തെ പാഠം, അല്ലാഹുവിൽ തവക്കുലോട് ജീവിച്ചാൽ തീർച്ചയായും വിജയം കിട്ടും. മറ്റൊന്ന് ദുആ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ദുആ ചെയ്യുന്നുണ്ട്. ദുആ വളരെ പ്രധാനമാണ് വിജയത്തിൻ്റെ എന്നൊരു പാഠം ഇത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈമാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളൊരു പാഠം. അതുപോലെ പരിശ്രമമാണ് വിജയത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്നുള്ളത്. അതുപോലെ നല്ല പദ്ധതികൾ ക്രമീകരിക്കലാണ് വിജയത്തിൻ്റെ അടയാളമെന്നും ഐക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്വഹാബികൾ, അൻസാരികൾ, മുഹാജിറുകൾക്കിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, എന്താ ചെയ്യുന്നത്, നാം ഇറങ്ങിപ്പോകണോ, എന്താ ചെയ്യുന്നത്? മുഹാജിറുകളോട് ഇങ്ങനെ ചോദിക്കുകയാണ്. അൻസാരികളുടെ ഭാഗത്ത് എന്തെങ്കിലും മറുപടി കിട്ടുന്നുണ്ടോ? അൻസാരികൾ പെട്ടെന്ന് നബിയോട്, നബി അങ്ങയോടൊപ്പം ഞങ്ങളുണ്ട് എന്നുള്ള വാക്ക്, ആ ഐക്യം ഇതിലേറ്റവും പ്രധാനപ്പെട്ട പാഠമാണ് നാം പഠിക്കേണ്ടത്. നാം ഐക്യമുണ്ടെങ്കിൽ ഏത് കാര്യം വിജയിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അഹങ്കാരികൾ ഒരിക്കലും വിജയിക്കുകയില്ല. അബൂജഹലും സംഘവും പുറപ്പെട്ടത് അഹങ്കാരത്തോടു കൂടിയാണ്. ഇനി ഈ ഭൂമുഖത്ത് തന്നെ മുഹമ്മദും സൈന്യവും കാണാനില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ശബ്ദവുമായിട്ടാണ് അവർ ഇറങ്ങിയത്. ആ അഹങ്കാരത്തെ അല്ലാഹു ഇല്ലായ്മ ചെയ്തു. 70 ആളുകളെയും തടവിൽപ്പെടുത്തുകയും പിന്നെ 70 ആളുകൾ അവിടെ കൊല്ലപ്പെടുകയും 14 ശുഹദാക്കൾ ഷഹീദാവുകയും ചെയ്ത ഒരു വിശാലമായ ചരിത്ര സംഭവമാണ്. അതിലോട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രവേശിച്ചാൽ സമയം ഒരുപാട് കൂടിപ്പോകും. ഈ ബദർ നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളെക്കുറിച്ച് ഒന്നും ഓർമ്മ വരുത്താൻ വേണ്ടി ചെറിയൊരു സൂചിപ്പിച്ചു എന്ന് മാത്രമാണ്. നാം ഇന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാത്രി നാം ഹയാത്താക്കണം എന്നുള്ളതാണ്. ഹയാത്ത് ഇബാദത്തുകൾ കൊണ്ട്. നാം ബദർ യുദ്ധത്തിൽ പോയോ യുദ്ധത്തിൽ ഷഹീദാവാനൊന്നും നമ്മളെ കൊണ്ട് അത്രക്കുള്ള ഈമാനില്ല. എന്നാലും ഇന്നത്തെ രാത്രി അവരെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ രാത്രി ഹയാത്താക്കുക. ഹയാത്താക്കാൻ സാധിക്കുന്നവർ അങ്ങനെ സാധിക്കാത്തവർ ഇന്നത്തെ പ്രത്യേകിച്ച് മഗ്രിബ്, അതുപോലെ ഇശ, സുബ്ഹി, ഇത് ഇമാം ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് ഇന്ന് ഉണ്ടായിരിക്കണം. അതുപോലെ ഇന്നത്തെ തറാവീഹ് നമ്മുടെ സർവ്വ പാവങ്ങളെ പൊറുത്തരാൻ ഒരു കാരണമാകുന്നതാണ്. ഇന്നത്തെ തറാവീഹ് ശ്രദ്ധിക്കണം. അതുപോലെ ഇന്ന് കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവിനോട് ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് തസ്ബീഹ് നിസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവരെ മറന്നു പോകരുത്. അതുപോലെ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ആയിഷ റളിയല്ലാഹു അൻഹ മുത്തായ ഹബീബിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ലൈലത്തുൽ ഖദ്റാണ് എന്നറിഞ്ഞാൽ എന്താണ് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ ആവാൻ സാധ്യതയുള്ള രാത്രി കൊണ്ട് ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി,
ധാരാളം നാം ചൊല്ലുക. അതോടൊപ്പം സൂറത്ത് ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നിത് പാരായണം ചെയ്യണം. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ ബദൽ കേട്ട ചില മുദ്രാവാക്യങ്ങളുണ്ടല്ലോ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, അതുപോലെ യാ ഹയ്യു യാ ഖയ്യൂം, അതുപോലെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത്തരത്തിലുള്ള ദിക്റുകളൊക്കെ ഇന്നത്തെ രാത്രി നാം ചുരുങ്ങിയതൊരു 100 പ്രാവശ്യമെങ്കിൽ ചൊല്ലണം. ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. കാരണം നേതാവോ അതിൻ്റെ നേതൃത്വം വഹിച്ചത് ഹബീബ് തങ്ങളാണ്. സ്വലാത്തിൻ്റെ കാര്യം മറക്കരുത്. നമുക്കറിയുന്ന ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ രാത്രി ഹയാത്താക്കണം. അതോടൊപ്പം ബദ്രീങ്ങളുടെ മൗലിദ്, ബദ്ർ അസ്മാഉൽ ബദ്രീൻ, അത് നാം ചൊല്ലണം ഇന്നത്തെ രാത്രി. അതുകൊണ്ട് ഇന്നത്തെ രാത്രിൻ്റെ പ്രിയപ്പെട്ടവരെ ബദ്രീങ്ങളെ സ്മരിച്ചുകൊണ്ട് ഇബാദത്തുകൾ ധന്യമായി കൊണ്ട്, കാരണം ഇന്ന് 16 രാത്രിയാണല്ലോ എൻ്റെ പ്രിയപ്പെട്ട ബദറിലേക്ക് പോകുന്നത്. ഒരിക്കലും ആ ശുഹദാക്കളെ ഇന്നത്തെ ദിവസം നാം മറന്നു പോകരുത്. അവർ ഉള്ളത് കൊണ്ടാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇല്ലെങ്കിൽ ഇന്നത്തെ ജുമാ ഉണ്ടാകുമായിരുന്നില്ല, തറാഹി ഉണ്ടാകുമായിരുന്നില്ല, മുസ്ലിമീങ്ങൾ തന്നെ ഉണ്ടാകുമായിരുന്നില്ല. കാരണം അന്നത്തെ വിജയമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ സുഗന്ധമാണ് നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ബദ്രീങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.